വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് കേട്ടോ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ഓക്കെ, PSL പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ ടാർജറ്റ്സും ക്ലാസിഫിക്കേഷൻസും പുതിയ വന്നിട്ടുള്ള മാസ്റ്റർ ഡയറക്ഷൻസ്, അതായത് മാർച്ച് 24, 2025 പുതിയ മാസ്റ്റർ ഡയറക്ഷൻ RBI പുറപ്പെടുവിച്ചിട്ടുണ്ട്. സോ അതിലെ ഫാക്റ്റുകൾ എന്തെല്ലാമാണ്, പണ്ടത്തെ അതായത് മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം നമുക്കൊന്ന് കവർ ചെയ്തു പോവാം. സോ PSLുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. അപ്പോൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്? അതായത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ഡയറക്ഷൻസ് എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? വിത്ത് എ വ്യൂ ടു ഒരു ഫ്രെയിം വർക്ക് ഫോർ എൻഷ്യൂറിങ് ആഡിക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഫ്രം ദ ബാങ്കിങ് സിസ്റ്റം ടു ദ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. അതായത് ബാങ്കിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സോഴ്സസ്, ആ സോഴ്സസ് എക്കണോമിയിലെ എല്ലാ ആസ്പെക്ട്സിനും കിട്ടണം, വേണ്ടേ? അതായത് ഒരു മേഖലയിൽ മാത്രം നിൽക്കാൻ പാടില്ല, എല്ലാ ഫാക്ടേഴ്സിലും അല്ലെങ്കിൽ എല്ലാറ്റിലും ഇൻക്ലൂഡ് ചെയ്യണം. അവരുടെ ഒരു വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ഒരു മാസ്റ്റർ ഡയറക്ഷൻസ് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തിനും ഇത്ര പെർസെൻറ്റേജ് ബാങ്കുകൾ ചെയ്യണം, നിർബന്ധമാണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കാൻ ബാങ്കുകൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കാനും ഡെവലപ്മെൻറ്റ് കൊടുക്കാനും ഈ ഒരു കാര്യം കൊണ്ട് PSL കൊണ്ട് സാധിക്കുന്നു RBIക്ക്. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വലിയ ഒരു മേലക്കിടയിലുള്ളവർ മാത്രം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. താഴെക്കിടയിലുള്ളവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല, ലോൺസും കിട്ടുന്നില്ല, അവിടെ ഡെവലപ്മെൻറ്റും നടക്കുന്നില്ല. സോ അത് പാടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഈക്വാലിറ്റി വരാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് സെഗ്മെൻറ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. അവരുടെ ക്രെഡിറ്റ് നീഡ്സിനും എന്ത് ചെയ്യണം, ബാങ്ക് നിവർത്തിക്കണം. അവരുടെ ക്രെഡിറ്റ് നീഡ്സും കൂടി അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി വേണം, ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പുതിയ ഡയറക്ഷൻസ് നിലവിൽ, അതായത് മാർച്ച് 24, 2025 മാസ്റ്റർ ഡയറക്ഷൻ വന്നുവെങ്കിലും April 1, 2025 അത് പ്രാവർത്തികം, അതായത് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത് കേട്ടോ. April 1, 2025 തൊട്ട് ആ നിരക്കുകളിൽ ഊന്നിയായിരിക്കണം ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻസ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് അനുസരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻക്ലൂഡിങ് RRBs, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, ലോക്കൽ ഏരിയ ബാങ്കുകൾ, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്, UCB എന്നറിയപ്പെടുന്ന പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം എന്ത് ചെയ്യണം, അവരൊക്കെ ഈ ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള തുകകൾ മാറ്റിവെക്കണം, അതിൽ വർക്ക് ചെയ്യണം, എല്ലാ വർഷവും അവർക്ക് കൊടുക്കുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്ന് നോക്കാം. അപ്പോൾ പ്രയോറിറ്റി സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള 8 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആണുള്ളത്. അഗ്രികൾച്ചർ, പിന്നെ MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ഹൗസിംഗ് വരുന്നുണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി ആൻഡ് അതേഴ്സ്. ഈ അതേഴ്സിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വരുന്നത് കേട്ടോ. സ്വയം സഹായ സംഘങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അതേഴ്സിലാണ് വരുന്നത്. സോ ഇതാണ് പ്രയോറിറ്റി സെക്ടറിൻ്റെ 8 കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ: അഗ്രികൾച്ചർ, MSME, എക്സ്പോർട്ട് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിന്യൂവബിൾ എനർജി ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡ് SHG പോലത്തുള്ള കൂട്ടായ്മകളും സംഘടനകളുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രയോറിറ്റി സെക്ടറിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ. ഇനി അതിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ, അഗ്രികൾച്ചറിൽ മാത്രമല്ല, അലൈഡ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഡയറി ആയിക്കോട്ടെ, ഫിഷറീസ് ആയിക്കോട്ടെ, ആനിമൽ ഹസ്ബൻഡറി ആയിക്കോട്ടെ, പൗൾട്രി ആയിക്കോട്ടെ, ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തൽ, സെറികൾച്ചർ, സിമിലർ ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനും ഫണ്ടിങ് കൊടുക്കണം. എന്തിൻ്റെ ഭാഗമായിട്ട്? PSLൻ്റെ ഭാഗമായിട്ട് എന്ന് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. തുടങ്ങുന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പിന്നെ അഗ്രികൾച്ചറൽ അലൈഡ് ആക്ടിവിറ്റീസിനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ മേഖലയിലേക്ക്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് അഗ്രികൾച്ചറിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരും. അഗ്രികൾച്ചറിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ വരും. അതുപോലെ തന്നെ MSMEയിൽ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. എക്സ്പോർട്ട് ക്രെഡിറ്റിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ എമൗണ്ട് മാത്രം പഠിച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഫാക്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്നത് കുറേ സബ് കാറ്റഗറി വരുന്നുണ്ട്. അഗ്രികൾച്ചറിന് ഫാം ക്രെഡിറ്റ് വരും. അഗ്രികൾച്ചറായി നോക്കുകയാണെങ്കിൽ ഫാം ക്രെഡിറ്റ് വരും. അഗ്രികൾച്ചറും ഇൻഫ്രാസ്ട്രക്ചർ വരും. അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതും പ്രയോറിറ്റി സെക്ടറിൽ പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ആക്സിലറി പരിപാടി, പിന്നെ ഫാം ക്രെഡിറ്റിൽ തന്നെ പലതരത്തിലുള്ള ഫാർമേഴ്സ് ഉണ്ട് അല്ലേ. ക്രോപ്പ് ലോൺ കൊടുക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റേഷൻസ് ഉണ്ട്. അതുപോലെ ഹോർട്ടിക്കൾച്ചറിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ മീഡിയം ടേം ലോൺസ് മതിയായിരിക്കും. ചെറിയ ചെറിയ മെഷീനറീസ് വാങ്ങാൻ, ഇംപ്ലിമെൻറ്റ്സ് വാങ്ങാൻ. അപ്പോൾ അതൊക്കെ ഡെവലപ്മെൻറ്റ് ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഫാം ക്രെഡിറ്റിൽ ചെറിയ രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഫാർമേഴ്സാണ് ഈ കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അഗ്രികൾച്ചറിൽ അലൈഡ് ആക്ടിവിറ്റീസ് ഡയറിയിലോ ഫിഷറീസിലോ ആനിമൽ ഹസ്ബൻഡറിയിലോ പൗൾട്രിയിലോ അങ്ങനെ ബീ കീപ്പിങ്ങോ ഒക്കെ ചെറിയ രീതിയിൽ ലോൺ ടു ഇൻഡിവിജ്വൽ ഫാർമേഴ്സിനാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് വരും. പിന്നെ അതുപോലെ കുറച്ച് വലിയ ഫാം ക്രെഡിറ്റ് കോർപ്പറേറ്റ് ഫാർമേഴ്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോർപ്പറേറ്റ് ഫാർമേഴ്സിന് കുറച്ച് വലിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറിന് ഒരുപാട് സെപ്പറേറ്റ് കാറ്റഗറി വരുന്നുണ്ട്. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ കൊടുക്കുന്നുണ്ട്. സോ അത് ഇത്തിരി വൈഡായിട്ട് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. സോ നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെറിയ ഒരു രീതിയിലുള്ള പോയിന്റുകളാണ് പഠിച്ചു പോകുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ്റെ സെക്ടറിൽ വരുന്നത് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആണ് കേട്ടോ. ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ഇൻക്ലൂഡിങ് വൊക്കേഷണൽ കോഴ്സസ് ആണ്. നോട്ട് എക്സീഡിങ് 25 lakh ആണ് വരിക കേട്ടോ. വിൽ ബി കൺസിഡേർഡ് ആസ് എലിജിബിൾ ഫോർ. അതിന് മുകളിലുള്ളത് പ്രയോറിറ്റി സെക്ടർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നോംസിൽ ഉൾപ്പെടുന്നില്ല. 25 ലക്ഷത്തിന് നോട്ട് എക്സീഡിങ് 25 ലക്ഷത്തിൽ കൂടാത്ത പരിധിയിൽ താഴെയുള്ളതെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രയോറിറ്റി സെക്ടർ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ഇൻക്ലൂഡിങ് വൊക്കേഷണൽ കോഴ്സസ് നോട്ട് എക്സീഡിങ് 25 lakhs. അപ്പോൾ ഈ 25 lakhs ആണ് എഡ്യൂക്കേഷന് വരുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അഗ്രികൾച്ചറിന് ഒരുപാട് അങ്ങനത്തെ പഠിക്കാനുണ്ട്, ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ നമ്മൾ അതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കുട്ടികളൊന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. സോ റിന്യൂവബിൾ എനർജി നോക്കുകയാണെങ്കിൽ അവിടെ 35 കോടിയാണ് പറഞ്ഞത് കേട്ടോ. ബാങ്ക് ലോൺ ലിമിറ്റ് വരുന്നത് 35 crores ടു ബോറോവർ ആണ് ഫോർ റിന്യൂവബിൾ എനർജി ബേസ്ഡ് പവർ ജനറേറ്റേഴ്സ് ആൻഡ് ഫോർ റിന്യൂവബിൾ എനർജി ബേസ്ഡ് പബ്ലിക് യൂട്ടിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് 35 കോടി വരുന്നത് കേട്ടോ ലോൺ ലിമിറ്റ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിനിങ് സിസ്റ്റം, റിമോട്ട് വില്ലേജ് ഇലക്ട്രിഫിക്കേഷൻ, അതൊക്കെ ഈ പ്രയോറിറ്റി സെക്ടർ ക്ലാസിഫിക്കേഷനിൽ എലിജിബിൾ ആണ്. ഓക്കെ. പിന്നെ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ് വീട്ടിൽ റിന്യൂവബിൾ എനർജിയായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 10 ലക്ഷം പെർ ബോറോവറിന് ലോൺ ലിമിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഡിവിജ്വൽസ് വീടുകളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 10 ലക്ഷമാണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. ഓക്കെ. ഹെൽത്ത് കെയർ ലോൺസ് വരുന്നത് 12 കോടിയാണ് പറഞ്ഞത് പെർ ബോറോവർ ഫോർ ബിൽഡിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അതായത് ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് കൊടുക്കുന്ന 12 കോടിയാണ് പെർ ബോറോവർ ലിമിറ്റ് അത്രയാണ് കൊടുക്കുന്നത് കേട്ടോ ഹെൽത്ത് കെയർ ലോൺസുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് PSL ടാർജറ്റ്സ്, UCBs റിവൈസ്ഡ് PSL ടാർജറ്റ് ഫോർ UCB റിഡ്യൂസ്ഡ് 60% കുറച്ചുണ്ട്. പണ്ട് 75% ആയിരുന്നു. UCBയുടെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്പം 60% ഉള്ളൂ കേട്ടോ. റിവൈസ്ഡ് PSL ടാർജറ്റ് UCBയുടെ എത്രയാണ്? 60%. പണ്ട് 75% ആയിരുന്നു. ഇപ്പോൾ 60% കുറച്ചുണ്ട്. സോ 60% നിങ്ങൾ മറക്കരുത്. UCB 60% PSL. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് ANBC അല്ലെങ്കിൽ COBE വിച്ചവർ ഈസ് ഹയർ. അത് നോക്കിയിട്ടാണ്, അതാണ് ഇതിൻ്റെ ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് എത്രയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇക്വലൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ എത്രയാണെന്ന് നോക്കിയിട്ടാണ് അതിലേതാണ് വലുത് അത് നോക്കിയിട്ട് അതിൻ്റെ 75% ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 60% ആണ് എടുക്കുന്നത്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ലോൺ അപ്പ് ലിമിറ്റ് 8 കോടിയാണ് പറഞ്ഞത് കേട്ടോ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് 8 crores പെർ ബോറോവർ ഫോർ സെറ്റിംഗ് അപ്പ് സ്കൂൾസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും, അത് ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സ് ആവാം, വാട്ടർ ഇംപ്രൂവ്മെൻറ്റ്സ് ഹൗസ് ഹോൾഡ് ലെവൽ ആവാം, അതിനൊക്കെ കൊടുക്കുന്നതാണ് 8 കോടി വരുന്നത്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത് 8 കോടിയാണ് കേട്ടോ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്നത് 8 കോടിയാണ്. ഓക്കെ.
ഇനി അടുത്തത് എക്സ്പാൻഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻ കാറ്റഗറി. വീക്കർ സെക്ഷൻ കാറ്റഗറിക്ക് കുറച്ച് എക്സ്പാൻഷൻ, അതായത് ആദ്യമുള്ളതിനേക്കാൾ കുറേ ആൾക്കാരെ ഈ വീക്കർ സെക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് RBIയുടെ ഈ ഒരു പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം. അതായത് കുറച്ചും കൂടി എലിജിബിൾ ബോറോവേഴ്സ് ആഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് വീക്കർ സെക്ഷനിലേക്ക് കേട്ടോ. ദ ലിസ്റ്റ് ഓഫ് എലിജിബിൾ ബോറോവേഴ്സ് അണ്ടർ വീക്കർ സെക്ഷൻ കാറ്റഗറി എക്സ്പാൻഡ് ചെയ്തു. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അതുപോലെ പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ബെറ്റർ ക്രെഡിറ്റ് ആക്സസ് ഫോർ അണ്ടർ പ്രിവിലേജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കൂട്ടിച്ചേർത്തു എന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഈ PSLI ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കുന്നതാണ് ANBC എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ANBC എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ആഫ്റ്റർ മേക്കിംഗ് നെസസറി ആയിട്ടുള്ള ഡിഡക്ഷൻസും അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിച്ചിട്ടുള്ള ടോട്ടൽ നെറ്റ് ബാങ്ക് ക്രെഡിറ്റിനെയാണ് എന്ത് പറയുക, ഈ ANBC എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ആണ് നെസസറി ഡിഡക്ഷൻസും അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ടുള്ള ബാങ്ക് ക്രെഡിറ്റ്. നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ആണ് എന്ത്, ANBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് COBE? അതൊരു എമൗണ്ട് ആണ്. എന്ത് എമൗണ്ട് ആണ്? ക്രെഡിറ്റ് റിസ്ക് എക്സ്പോഷർ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, ഗ്യാരണ്ടീസും ലെറ്റർ ഓഫ് ക്രെഡിറ്റും അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് എക്സ്പോഷർ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് COBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതായത് ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ചെയ്ത് കഴിഞ്ഞ് അവരാ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ട്രേഡബിൾ സർട്ടിഫിക്കറ്റാണ്. അത് എന്ത് ചെയ്യാം, പ്രയോറിറ്റി സെക്ടറിന് ലോൺസ് പോലെ കൊടുക്കാം എന്നാണ് പറയണത്. ഈ സർട്ടിഫിക്കറ്റ് മറ്റ് ബാങ്കുകൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ ഇൻകം കിട്ടും. അതായത് ഇത് അച്ചീവ് ചെയ്യാത്ത ബാങ്കുകൾ ഉണ്ടാവുമല്ലോ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇപ്പോൾ എത്ര ശതമാനമാണെന്ന് പറഞ്ഞു, ആ എത്ര ശതമാനം അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം മറ്റ് ബാങ്കുകൾ. അപ്പോൾ ഈ ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്ട്രാ ഉള്ള ഇത് മേടിക്കാമെന്നാണ് പറഞ്ഞത്. ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് അവർക്ക് ട്രേഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഇൻകം ഇവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ PSLI ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഇവല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് 1969 ഒരു ഏരിയ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു PSL എന്ന് പറഞ്ഞ ആശയം, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞ ആശയം ആദ്യമായിട്ട് കടന്നു വരുന്നത് കേട്ടോ. റീജിയണൽ ക്രെഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു ഫോമിൽ. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി അതുമായി കണക്ട് ചെയ്ത് പഠിക്കാം. 1969 ഗാഡ്ഗിൽ കമ്മിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, എവല്യൂഷൻ ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ് നരിമാൻ കമ്മിറ്റി ഉണ്ട് 1969. ഗാഡ്ഗിൽ കമ്മിറ്റി പോലെ തന്നെ നരിമാൻ കമ്മിറ്റിയും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഓരോ പബ്ലിക് സെക്ടർ ബാങ്കുകളും കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുക്കണം. ലീഡ് ബാങ്കുകളായി, ലീഡ് ബാങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ലീഡ് ബാങ്ക് ഈ ഒരു PSLൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സർട്ടൻ ഡിസ്ട്രിക്റ്റ്, ഓരോ ഡിസ്ട്രിക്റ്റുകളെ ഓരോ ബാങ്കുകളെ ഏറ്റെടുക്കുകയും അങ്ങനെ അവർ നന്നാക്കുക. ഒരു റൂറൽ ഏരിയയിൽ ഒരു ബാങ്ക് ഏറ്റെടുത്ത് അവർ നന്നാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നരിമാൻ കമ്മിറ്റിയിലാണ്. ഇനി ഇത് ശരിക്കും 1972 ഫോർമലൈസ് ചെയ്യുന്നത്. PSL ഫോർമലൈസ് ചെയ്യുന്നത് 1972. അത് RBIയുടെ ഇൻഫോർമൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു. 1979 RBIയുടെ ഇൻഫോർമൽ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത് ഫോർമലൈസ് ചെയ്യുന്നത് 1972. ഓക്കെ, അപ്പോൾ 74 അന്ന് PSL വെച്ചത് 33.3 ആയിരുന്നു കേട്ടോ. 1979 വരെയൊക്കെ അത്രയും കൂടുതലാണ് വെച്ചിരുന്നത്. പിന്നെ ശരിക്കും ഒരു കൃഷ്ണസ്വാമി കമ്മിറ്റി വന്നതിന് ശേഷമാണ് 1980 റെക്കമെൻഡ് ചെയ്തത് 40% PSL ടാർഗറ്റ് ബൈ 1985. എത്രയാക്കി, അത് 40% ആക്കി. സബ് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു അഗ്രികൾച്ചറിനും വീക്കർ സെക്ഷനും ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ടാർഗറ്റ് വയ്ക്കും, അതിൻ്റെ ഉള്ളിൽ സബ് ടാർഗറ്റും കൊണ്ടുവരും. അപ്പോൾ എല്ലാം കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത്. അപ്പോൾ 60% UCBക്ക് പറഞ്ഞു കഴിഞ്ഞാൽ UCB 60ൻ്റെ പുറത്ത് 14-15 കൊടുക്കണം എന്നല്ല അർത്ഥം. എല്ലാം കൂടിയിട്ടാണ് ഈ 60ൻ്റെ ഉള്ളിൽ കേട്ടോ. ഈ 60നെയാണ് അവർ കുറച്ച് വീക്കർ സെക്ഷൻ, കുറച്ച് അഗ്രികൾച്ചർ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കോളം വരും. ഇപ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി 1969, നരിമാൻ കമ്മിറ്റി 1969, PSL ഫോർമലൈസ് ചെയ്ത് 1972 RBI ഇൻഫോർമൽ സ്റ്റഡി ഗ്രൂപ്പ് വന്നത് 71. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റി കൃഷ്ണസ്വാമി കമ്മിറ്റിയാണ്. 1980 കൃഷ്ണസ്വാമി കമ്മിറ്റി 40% PSL വേണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഉഷ തോറാട്ട് കമ്മിറ്റി 2009 അപ്പോയിൻറ്റ് ചെയ്തപ്പോഴും ചെറിയൊരു LBSൻ്റെ റോള് ഇത്തിരി കൂടിയൊക്കെ എക്സ്പാൻഡ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി.
പിന്നെ കൃഷ്ണസ്വാമി കമ്മിറ്റിയാണ് ഈ ടാർഗറ്റ് റിവൈസ് ചെയ്യുന്നത്. ആദ്യം ഉണ്ടായിരുന്ന 33.3% ഉണ്ടല്ലോ, 33.3% 40%ആക്കി ഉയർത്തുന്നത് ആരാണ്? കൃഷ്ണസ്വാമി കമ്മിറ്റിയാണ് കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു കമ്മിറ്റി എന്ന് പറയുമ്പം നമുക്ക് MV നായർ കമ്മിറ്റിയാണ് 2012 കേട്ടോ. ലാസ്റ്റ് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു കമ്മിറ്റി 2012 MV നായർ കമ്മിറ്റിയാണ്. സോ ഈ കമ്മിറ്റീനെ കൂടി ഇതുമായി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ 82 ഘോഷ് കമ്മിറ്റി ഉണ്ട്. ഒരു റിവിഷനും റീക്ലാസിഫിക്കേഷനും പ്രയോറിറ്റി സെക്ടറിന് വേണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തതാണ് ഘോഷ് കമ്മിറ്റി. 1982 ഘോഷ് കമ്മിറ്റി അങ്ങനെ എന്ത് ചെയ്തത്? ഒരു റിവിഷൻ വേണം എന്ന് പറഞ്ഞത് 1982. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കമ്മിറ്റീസിൻ്റെ കാര്യം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കമ്മിറ്റീസൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആദ്യം പറയുന്നത് ഗാഡ്ഗിൽ തന്നെയാണ്, പിന്നെ നരിമാൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ RBIയുടെ ഇൻഫോമൽ സ്റ്റഡി ഗ്രൂപ്പ് പറഞ്ഞു. കൃഷ്ണസ്വാമി കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, 1980 ഉഷാ തോറാട്ട് കമ്മിറ്റി. വേറെയും ഒരുപാട് സജഷൻസ് പറയുന്നുണ്ട്. BSL ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. കൃഷ്ണസ്വാമി കമ്മിറ്റിയാണ് 40% ആക്കിയത്. ഘോഷ് കമ്മിറ്റി ഒന്നും കൂടി റിവൈസ് ചെയ്യണം, റീക്ലാസിഫൈ ചെയ്യണം പ്രയോറിറ്റി സെക്ടറിൻ്റെ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് പോയി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ടാർഗറ്റ് നമ്മൾ പറഞ്ഞു, ടാർഗറ്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ബാങ്ക് ഇത് മിസ്സാക്കിയാൽ നോക്കാം കേട്ടോ. ബാങ്ക്സ് ഫെയിലിംഗ് ടു മീറ്റ് PSL ടാർഗറ്റ് മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടു റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. സോ ഈ ഒരു ഫണ്ട് ഉള്ള കാരണമാണ് നമ്മൾ ഈ പോയിന്റ് എടുത്തത് കേട്ടോ. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അവരെന്ത് ചെയ്തില്ല? ഈ PSL ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതൊരു പെനാലിറ്റി പോലെയാണ്, ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫണ്ട് ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? നബാർഡിൻ്റെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ അതർ ഡെസിഗ്നേറ്റഡ് ഫണ്ട് ലൈക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റുകൾ അല്ലെങ്കിൽ എൻഷുറിംഗ് ഫണ്ട് സ്റ്റിൽ ഈച്ച് പ്രയോറിറ്റി സെക്ടേഴ്സ്. ബാങ്ക്സ് ഫെയിൽ ടു മീറ്റ് ദെയർ PSL ടാർഗറ്റ്സ് ദേ ഹാവ് ടു ഡെപ്പോസിറ്റ് ദ അലോക്കേറ്റഡ് എമൗണ്ട് എവിടേക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? നബാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ നബാർഡിൻ്റെ വേറെ ഫണ്ടിലേക്ക് കൊടുക്കാം, സിഡ്ബിയിലേക്ക് കൊടുക്കാം, മുദ്രയിലേക്ക് കൊടുക്കാം, അതുപോലെ നാഷണൽ ഹൗസിംഗ് ബാങ്കിലേക്ക് കൊടുക്കാം. അത് എവിടേക്ക് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? RBI ആണ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇവരെവിടേക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ നോംസ് പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആണ്. പക്ഷേ ഒരു ജനറൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് RIDFിലേക്കാണ് പ്രഥമ ദൃഷ്ടിയ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഈ RIDFനെ ഒന്ന് ഓർത്ത് വെക്കണം. അത് ആരെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫണ്ടാണ്? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫണ്ടാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ഉൾപ്പെടുത്തിയത്. ഇനി വാട്ട് ആർ ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം കേട്ടോ. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PSL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പ്രയോറിറ്റി സെക്ടർ ലോൺസിന് വേണ്ടി കൊടുക്കുമ്പോൾ, അതായത് പ്രയോറിറ്റി സെക്ടർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കും? സർട്ടിഫിക്കറ്റ് കൊടുക്കും. ദേ എലോ ബാങ്ക്സ് ടു മീറ്റ് ദെയർ ടാർഗറ്റ്സ് ആൻഡ് സബ് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തു വെൻ ഇറ്റ് കംസ് ടു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ബൈ ബൈയിങ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്. ദ ബാങ്ക്സ് യൂസ് PSLs ടു ഗാർഡ് അഗെയിൻസ്റ്റ് ഷോർട്ട് ഫോൾസിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യാം? ഇത് വാങ്ങിക്കാം. ഇത് വാങ്ങിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇപ്പോൾ കുറച്ച് അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേറൊരു ബാങ്കിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മേടിക്കാൻ പറ്റും കേട്ടോ. അത് മേടിച്ചിട്ട് അവർക്ക് അത് അച്ചീവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി RIDF എന്താണെന്ന് നോക്കാം. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് 1995-96 സമയത്താണ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. ഫിനാൻസ് ചെയ്യാൻ എന്തിന്? ഓൺഗോയിങ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ഫിനാൻസ് ചെയ്യാൻ ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? നബാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കേട്ടോ. നബാർഡാണല്ലോ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നബാർഡിൻ്റെ കയ്യിലാണ് ഈ ഫണ്ട് ഇരിക്കുന്നത്. ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫണ്ടുകൾ. അവർക്ക് ഷോർട്ട് ഫോൾ ഉണ്ടായാൽ, സ്റ്റിപ്പുലേറ്റഡ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അവരെ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ, അവർക്ക് ഷോർട്ട് ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് ഗൈഡ് ലൈൻസ് ഓൺ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അണ്ടർ ദ പവേഴ്സ് ഗ്രാൻഡഡ് ടു ഇറ്റ് ബൈ ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ എന്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സെക്ഷൻ 21 35A 35A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇഷ്യൂ ഡയറക്ഷൻസ് ടു ബാങ്ക്സ് ആണ് ഈ 35A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലാണ് ഈ എന്ത് പറയണത്? പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ ഡയറക്ഷൻസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതായത് ഈ 35A പറയണത് RBI ഇഷ്യൂ ഡയറക്ഷൻസ് ടു ബാങ്ക്സ് ടു എൻഷ്യൂർ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് സെർവ്ഡ് ആണ്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ബന്ധപ്പെട്ടതാണല്ലോ PSL. സോ അതിലെവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്? 35A മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി ഡാറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രയോറിറ്റി സെക്ടർ അഡ്വാൻസസിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. ഫർണിഷ്ഡ് ബൈ ബാങ്ക്സ് ക്വാർട്ടർലി ആയിട്ടും ആനുവൽ ഇൻ്റർവെൽസിനും റെസ്പെക്റ്റീവ് ഫോർമാറ്റ് RBI പറയും. അപ്പോൾ ആ ഒരു മാസത്തിൽ വിത്തിൻ 15 days ആൻഡ് 1 month റെസ്പെക്റ്റീവ്ലി അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടറിൽ ഓരോ 3 മാസം കൂടുമ്പോഴും അവരത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആ ഫോർമാറ്റ്. പിന്നെ RRBസിനാണെങ്കിൽ ഈ ഒരു ഡാറ്റ ആർക്ക് കൊടുക്കണം? പിന്നെ നബാർഡ് ഫർണിഷ് ചെയ്തിട്ടുണ്ടാവും. സോ നബാർഡിനും കൂടി ഈ ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഇൻ്റർവെൽസിൽ നബാർഡിനും കൂടി എന്ത് ചെയ്യണം? ഇത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഈ ടാർജറ്റ്സ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. സോ ടാർജറ്റ്സ് നോക്കിയിട്ട് പോവാം, സബ് ടാർജറ്റ്സും എല്ലാം നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ RBIയുടെ പുതിയതാണ്. അപ്പോൾ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതായത് RRB SFB എല്ലാം അവർക്ക് വേറെ കാറ്റഗറി പറയുന്നുണ്ട്. സോ അവരല്ലാത്ത ഫോറിൻ ബാങ്കുകൾ 20 ബ്രാഞ്ചോ അതിന് മുകളിലോ ഉള്ളവർ, എങ്ങനെയാണ് 20 ബ്രാഞ്ചിന് മുകളിലുള്ളവരാണ് ഇത് പാലിക്കേണ്ടത്. കൊമേഴ്ഷ്യൽ ബാങ്കുകളും 20 ബ്രാഞ്ച് മുകളിലുള്ള ഫോറിൻ ബാങ്കുകളും 40% ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ വെക്കേണ്ടത്. ANBC അതുപോലെ തന്നെ COBE വിച്ച് ഈസ് ഹയർ 40% ആണ്. അപ്പോൾ ഈ 40% ആണ് മൊത്തത്തിൽ വരുന്നത്. ആർക്ക്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും 20 ബ്രാഞ്ചിൽ കൂടുതലുള്ള ഫോറിൻ ബാങ്കുകൾക്കും വരുന്നത് 40% ആണ്. ഇനി ഫോറിൻ ബാങ്ക്സ് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ആണെങ്കിലോ, 20 ബ്രാഞ്ചിൽ കുറഞ്ഞിട്ടുള്ള ബാങ്ക് ആണെങ്കിലോ അവർക്കും 40% തന്നെയാണ് വേണ്ടത് കേട്ടോ. 40% തന്നെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ് ടു 32% ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ആയിരിക്കണം ആൻഡ് നോട്ട് ലെസ് ദാൻ 8% ക്യാൻ ബി ടു എനി അതർ പ്രയോറിറ്റി സെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 32 എക്സ്പോർട്ട് ക്രെഡിറ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് 75% ആണ് എന്ത്? റീജിയണൽ RRBസിന് 75% ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 75% കേട്ടോ. മറ്റവർക്ക് 40% പറഞ്ഞിട്ടുള്ളൂ, ഇവർക്ക് 75% പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ മീഡിയം എൻ്റർപ്രൈസസിന് കൊടുക്കണം, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കണം, റിന്യൂവബിൾ എനർജിക്ക് ഒക്കെ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 15% അഞ്ഞത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിലാണ് പറഞ്ഞത് 75%. സ്മോൾ ഫിനാൻസ് ബാങ്കിനാണെങ്കിലും 75% പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിലാണ് പറഞ്ഞത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ചോദിക്കുകയാണെങ്കിൽ 40% ആണ്. ഫോറിൻ ബാങ്ക്സ് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ആണെങ്കിൽ 40% ആണ്. റീജിയണൽ റൂറൽ ബാങ്കിന് 75% ആണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിന് 75% ആണ്. അപ്പോൾ UCBs നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം, അത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഓരോ സബ് കാറ്റഗറിക്ക് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് 18% പറഞ്ഞത് കേട്ടോ. ഓക്കെ, 14% നോൺ കോർപ്പറേറ്റ് ഫാർമേഴ്സിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10% അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഡിവൈഡ് വരുന്നുണ്ട്. മൊത്തം അഗ്രികൾച്ചർ 18%, അതായത് മൊത്തത്തിൽ 40 വെക്കേണ്ടു. ഈ 40ൻ്റെ ഉള്ളിൽ 18ൻ്റെ കാര്യമാണ് പറഞ്ഞിട്ട് അഗ്രികൾച്ചർ 18 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്ക്, അതായത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് ഉള്ളവർക്ക് എന്തില്ല, അഗ്രികൾച്ചർ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്കും അതെ 18% പറഞ്ഞിട്ടുള്ളത്. RRBക്കും 18% പറഞ്ഞിട്ടുള്ളത്. സ്മോൾ ഫിനാൻസ് ബാങ്കിനും 18% പറഞ്ഞിട്ടുള്ളത്. മൈക്രോ എൻ്റർപ്രൈസസിന് എത്ര കൊടുക്കണം? MSME ആ ഒരു ഭാഗത്ത് 7.5% പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും 7.5% പറഞ്ഞിട്ടുള്ളത്. MSMEക്ക് എത്രയാണ് കൊടുക്കേണ്ടത്? 7. വീക്കർ സെക്ഷൻസിന് 12% പറഞ്ഞിട്ടുള്ളത്. അതിൽ മാറ്റം വന്നിട്ടുള്ളത്, അതായത് സ്മോൾ ഫിനാൻസ് ബാങ്കിനും 12 തന്നെയാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിനും 12 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ RRBസിന് ഇത്തിരി കൂടി 15% പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവർ വീക്കർ സെക്ഷനെ ഇത്തിരി കൂടി പ്രൊമോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം അവർക്ക് 15% പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്കിന് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15% പറഞ്ഞിട്ടുള്ളത്, അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അഗ്രികൾച്ചർ പറഞ്ഞു, MSME പറഞ്ഞു, അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയത് പറഞ്ഞു. ഇനി പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ ടാർഗറ്റ് നമ്മുടെ UCB ആണ് എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ളത്. സോ UCB ഒന്ന് പഠിച്ചിട്ട് പോകാം. ടോട്ടൽ 60%, മൈക്രോയ്ക്ക് 7.5, അഡ്വാൻസസ് ടു വീക്കർ സെക്ഷന് 12. അഗ്രികൾച്ചറിൽ അവർക്ക് പറയുന്നില്ല, അഗ്രികൾച്ചറിൽ അങ്ങനെ UCBക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 60% ആണ്. മൈക്രോ എൻ്റർപ്രൈസസിന് 7.5% ആണ്
കൊടുക്കേണ്ടത് അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ 12%. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ വീക്കർ സെക്ഷൻ ചോദിക്കാം 12%, മൈക്രോ എൻ്റർപ്രൈസസ് ആണെങ്കിൽ 7.5%, ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ചോദിക്കുകയാണെങ്കിൽ 60%. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 40 അതായത് 20 ബ്രാഞ്ച് കൂടുതലുള്ളവരും എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും 40% PSL മാറ്റിവെക്കേണ്ടത്. എന്നാൽ 20%-ൽ കുറവ് ബ്രാഞ്ചസ് ഉള്ള ഫോറിൻ ബാങ്കുകളും 40% മതി. എന്നാൽ RRBs 75% മാറ്റി വെക്കണം. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ 75% മാറ്റി വെക്കണം. നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യം നമ്മൾ പഠിച്ചു, 60% അവർ മാറ്റി വെക്കേണ്ടത് കേട്ടോ. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ UCBs ആണെങ്കിൽ 60% അഗ്രികൾച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് 18%, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കിലും 18%, സ്മോൾ ഫിനാൻസ് ബാങ്കിന് 18%. മൈക്രോ എൻ്റർപ്രൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും 7.5% തന്നെയാണ്. അത് ആർക്കും ബാധകമാണ്? UCBസിനും ബാധകമാണ്. UCBസിന് അഗ്രികൾച്ചറൽ ലോൺസ് പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. ഇനി മൈക്രോ എൻ്റർപ്രൈസ് നമ്മൾ പറഞ്ഞു അഡ്വാൻസസ് ടു വീക്കർ സെക്ഷൻ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് 12% പറയുന്നത്, RRBസിന് 15% പറയുന്നത്, സ്മോൾ ഫിനാൻസ് ബാങ്കിന് 12% പറയുന്നത്. അതേ 12 തന്നെയാണ് UCBക്കും പറയുന്നത് കേട്ടോ. അതിൽ വ്യത്യാസമുള്ള 15 മാത്രമാണ് RRBക്ക്. RRB ഇത്തിരി കൂടി വീക്കർ സെക്ഷനെ സഹായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ച് ശതമാനം കൂടി കൂടുതൽ കൊടുത്തു എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സോ ഒരു പെട്ടെന്നുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്